4K ആക്ഷൻ ക്യാമറ 4K സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ ഉണ്ട്. ഈ 2000 രൂപ കൊടുക്കാൻ പറ്റും. ഫുൾ കിറ്റ് അടക്കം. അതായത് സിംഗിൾ ബാറ്ററിയിലാണെങ്കിൽ 26,000 രൂപയ്ക്കും, ഫ്ലെയിം വർക്കുമ്പോൾ 3 ബാറ്ററിയിൽ ഫുൾ കിറ്റോടെ 38,000 രൂപയ്ക്കും. യൂട്യൂബ് വ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഫ്ലിപ്പ് ഡിസ്പ്ലേ വരുന്ന സാധനം ഇരിക്കുന്നുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കണ്ടില്ല ഒരുപാട് ക്യാമറകൾ വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പിലേക്കാണ് എത്തിയില്ല. എന്റെ ബാക്കിലായിട്ടില്ല, ഒരുപാട് ക്യാമറകൾ നിരത്തി വെച്ചിട്ട് നമ്മൾ യൂസർ ക്യാമറസ് വളരെ വിലക്കുറവ് കിട്ടുന്ന ഒരു ഷോപ്പാണിത്. ഇത് ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെ വരുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. നമ്മുടെ പാലക്കാട് ജില്ലയിൽ മുണ്ടൂരാണ്. മുണ്ടൂർ ചെറുപ്പളശ്ശേരി റൂട്ടിൽ കുറച്ച് മുന്നോട്ട് വന്നിട്ട് കൂട്ടുപാത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഷോപ്പിന്റെ പേര് വന്നിട്ട് Camond 09 എന്നാട്ടോ. ഈ ഷോപ്പിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നാണ് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ പുതിയ ക്യാമറകളെല്ലാം തന്നെ വന്നിട്ട്, അതായത് തുടക്കക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന കുറഞ്ഞ റേറ്റ് തൊട്ട് ക്യാമറകളെല്ലാം തന്നെ ഇവിടെ വന്നിട്ട് അതെല്ലാം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഈ അടുത്തുള്ള പ്രദേശക്കാർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്നാണ്ട് ക്യാമറ റെന്റിന് എടുത്ത് വേണമെങ്കിൽ പോകാനൊക്കെ പറ്റും. അതായത് പലതരം ക്യാമറ, ഡ്രോണുകളുണ്ട്, അങ്ങനെയുണ്ടല്ലോ. ഈ ആക്ഷൻ ക്യാമറ വന്നിട്ട് എല്ലാം തന്നെ അതെല്ലാം വിസ്തരിച്ച് റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നേക്കാം. അപ്പൊ ഈ ഷോപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എല്ലാം തന്നെ വീഡിയോയിൽ താഴെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാലൊക്കെ മതിട്ടോ. അപ്പൊ നിങ്ങൾക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പൊ ഈ ഷോപ്പിലെ ക്യാമറകളെല്ലാം നമുക്ക് പുതിയതായിട്ട് വന്ന കളക്ഷൻസ് എല്ലാം തന്നെ ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നേരെ നമുക്ക് ഈ ഷോപ്പിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇപ്പൊ തന്നെ നമ്മളെ ബാക്കിലായിട്ടില്ലേ യൂസർ ക്യാമറസ് ഒരുപാട് പുതിയതായിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഒട്ടനവധി കളക്ഷൻസ്. അതായത് ഡ്രോൺ വേണ്ടവർക്ക് ഡ്രോൺ ഉണ്ട്, ആക്ഷൻ ക്യാമറ ഉണ്ടവർക്ക് ആക്ഷൻ ക്യാമറ ഉണ്ട്, അങ്ങനെ SLR DSLR അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ ആക്സസറീസ് മറ്റു സംഭവങ്ങളെല്ലാം ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മച്ചാനോട് ചോദിച്ചേക്കാം. പുതിയതായിട്ട് ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ഷോപ്പിൽ ഇപ്പൊ വന്നിട്ടുണ്ടല്ലേ? കെനോണിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഇറക്കുന്നത് കൂടുതൽ എൻക്വയറിയുള്ള മുകളിൽ കെനോൺ ആവുന്നു. കെനോണിന്റെ ബേസ് ക്യാമറകൾ മുതൽ നമ്മൾ കുറച്ച് ഹൈ എൻഡ് ക്യാമറകൾ ഇറക്കിയിട്ടുണ്ടല്ലേ? ഇപ്പൊ സാധാരണ തുടക്കക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു ക്യാമറ നിലയ്ക്ക് ഏതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും? നമുക്ക് കെനോണിന്റെ 1100 കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാമറ ഉണ്ട്, 5-8 വർഷം പഴക്കൊക്കെ ഉണ്ടായിരിക്കും. കെനോണിന്റെ 1100 എന്ന മോഡല്. ആ മോഡലൊക്കെ നമുക്ക് 12,000 to 14,000 രൂപയ്ക്കുള്ളിൽ വരെ കിട്ടും. അപ്പൊ നമ്മള് ഇവിടുന്ന് ഒരു ക്യാമറ ഇപ്പൊ ഞാൻ എടുക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും സർവീസ് വാറന്റി, സെറ്റിംഗ് വാറന്റി അങ്ങനത്തെ എന്തെങ്കിലും തരും? 6 മാസത്തേക്ക് സർവീസ് വാറന്റി നമുക്ക് കൊടുക്കാം. 6 മാസം കംപ്ലൈന്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഫ്രീ ആയിട്ട് 6 മാസം വരെ സർവീസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാം. 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് എക്സ്ചേഞ്ച് എടുക്കാനൊക്കെ പറ്റും? അവർക്ക് ഇപ്പൊ മോഡൽ എക്സ്ചേഞ്ച് എടുക്കണം പറഞ്ഞാൽ നമുക്ക് 6 മാസം 6 മാസം കഴിഞ്ഞിട്ടായാലും അവർക്ക് ഒന്ന് എക്സ്ചേഞ്ച് എടുക്കാം. ഷോപ്പ് മാറി ചെറിയൊരു എമൗണ്ട് കുറഞ്ഞ് ചെയ്യാന്ന് മാത്രം. അപ്പൊ ഇവിടെ സ്റ്റോക്കുകൾ പറയാൻ ഇപ്പം ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആക്ഷൻ ക്യാമറയിലൊക്കെ നോക്കുമ്പോൾ സമയത്ത് ആക്ഷൻ ക്യാമറയ്ക്ക് പറയുമ്പോൾ നമുക്ക് ലോക്കൽ ബ്രാൻഡ് ഒക്കെ ഉണ്ട്. നമുക്ക് ലോക്കൽ ബ്രാൻഡ് പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും അറിയാത്ത ബ്രാൻഡ് ഉണ്ട് ലോക്കൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു മോഡൽ, അതായത് ഈക്കൺ എന്ന ബ്രാൻഡ് ഒക്കെ ഇരിക്കുന്നത് 4K ആക്ഷൻ ക്യാമറ, 4K സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ ഉണ്ട്. കണ്ടോ, അത്യാവശ്യം കയ്യിൽ ഒതുങ്ങുന്ന സൈസാണ്. അതെ, അത്യാവശ്യം നമുക്ക് തിരക്കില്ലാതെ വീഡിയോ ക്വാളിറ്റി അങ്ങോട്ടും. ഈക്കൺ എന്ന ബ്രാൻഡാണ് ഇത്. പിന്നെ ഈഗിൾ എന്ന ബ്രാൻഡ് ഇരിക്കുന്നത് ഡിജിറ്റൊക്കെ ഇരിക്കും. നമ്മള് ക്യാമറ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബാറ്ററി ആക്സസറീസ് അങ്ങനത്തെ എല്ലാം കൊടുക്കില്ലേ? ക്യാമറ DSLR പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് ഒരു ക്യാമറ, ഇപ്പൊ ഈ ക്യാമറ Canon 3000D എക്സാമ്പിൾ പറയുകയാണ്. ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൂടെ കിറ്റ് ലെൻസ്, ബാറ്ററി, ബാഗ്, ചാർജർ, നെക്സ്റ്റ് സ്ട്രാപ്പ് എല്ലാം നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും. കേട്ടോ, ഇവിടുന്ന് ഒരു ക്യാമറ എടുക്കുന്ന സമയത്ത് ഫുള്ള് കിറ്റ് അടക്കം ഉണ്ടാവും കേട്ടോ. ഒരു ബോഡിയാണല്ലോ വന്നിട്ടുള്ളത്. അതെ, ഇത് 3000 എന്ന ബോഡിയാണ്, ബേസ് ക്യാമറയാണ്. ബിഗിനർ ആൾക്കാർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പ്രൈസ് 20,000 രൂപയ്ക്കാണ്. ഇപ്പൊ നമുക്ക് ഓഫർ റേറ്റിൽ നമുക്കൊരു 17,500 കൊടുക്കാം. 17,500 കൊടുക്കാം ഈ ഒരു ബോഡി മാത്രല്ലേ? അതെ, ബോഡി വിത്ത് കിറ്റ് ലെൻസ് കൊടുക്കാം. ബോഡി വിത്ത് കിറ്റ് ലെൻസ് അടക്കാണ്ട് 10-13 പീസോളം നമ്മൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്ന് പരിചയപ്പെട്ടാൽ ഏകദേശം. പിന്നെ നമുക്ക് ബേസ് ക്യാമറ പറയുമ്പോൾ പിന്നെ കെനോണിന്റെ 600D എന്ന മോഡലാണ്, 600D എന്ന മോഡല്. 600D എന്ന മോഡൽ. അതെ, ഫ്ലിപ്പ് ഡിസ്പ്ലേ ഒക്കെ വരുന്നതാണ്. മൈക്ക് സപ്പോർട്ട്, HDMI സപ്പോർട്ട് എല്ലാം വരുന്നുണ്ട്. വീഡിയോ എടുക്കേണ്ടവർക്കാണെങ്കിലും ഫ്രണ്ടിൽ വെച്ചാണ്ട് വീഡിയോ എടുക്കാൻ പറ്റും. ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫേസ് ഡയറക്ഷനിൽ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. 18 MP വരുന്ന 1855mm കിറ്റ് ലെൻസ്, അതായത് 3.6 to 5.60 അപ്പർച്ചർ വരുന്ന IS2 ലെൻസ് അടക്കം ഫുൾ കിറ്റ് അടക്കം നമുക്ക് 20,000 രൂപയ്ക്ക് കൊടുക്കാം. 6 മാസം വാറണ്ടിയിൽ. 6 മാസം വാറണ്ടിയിൽ ഫുൾ കിറ്റ് അടക്കം 20,000 രൂപയ്ക്ക് കൊടുക്കാം. എല്ലാ ക്യാമറയ്ക്കും ഈ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 15,000 രൂപയ്ക്ക് മുകളിൽ എടുക്കാൻ ഏത് ക്യാമറയ്ക്കായാലും നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റൂലേ? സർവീസ് വാറണ്ടിയാണ്. സർവീസ് വാറണ്ടി ആണല്ലോ. 600D ആണെങ്കിൽ നമുക്ക് 3-5 പീസ് ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൽ പിന്നെ ഈ ഒരു മോഡലിന് പിന്നെ അടുത്ത നെക്സ്റ്റ് കാറ്റഗറി വരുമ്പോൾ കെനോണിന്റെ തന്നെ 200D എന്ന മോഡലാണ്. കെനോണിന്റെ 200D. അതെ, അതാകുമ്പോൾ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു മോഡലാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. 24 മെഗാ പിക്സൽ ആണ്.
LTM ഡിസ്പ്ലേ ഉണ്ടായിരിക്കും, ടച്ച് സ്ക്രീൻ, വൈഫൈ, ബ്ലൂടൂത്ത്, NFC ഫീച്ചേഴ്സ് ആണെങ്കിൽ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ്ട് എത്തിക്കാനൊക്കെ എല്ലാത്തിനും പറ്റും. ലൈറ്റ് വെയിറ്റ് ആണ്, കൊണ്ടു നടക്കാൻ ഈസി ആയിരിക്കും. അധികം വെയിറ്റ് ഇല്ലാത്ത മോഡലാണ്. അതെ, ലെൻസ് വരുന്നത് 1855 STM ലെൻസ് ആണ്. ഈ ഒരു ലെൻസ് ഒക്കെ എത്ര റേറ്റ് ആണ്? 32,000 രൂപയ്ക്ക് കൊടുക്കാം. 32,000 രൂപ കൊടുക്കാം. ഫുൾ കിറ്റ് എടുക്കാം. ഫുൾ കിറ്റ് എടുക്കാം. അതായത് ബാഗ് ഉണ്ടാവും, ബാറ്ററി കാര്യങ്ങളൊക്കെ, ബാറ്ററി ചാർജർ, നെക്സ്റ്റ് ആപ്പ് എല്ലാം മൈക്ക് സപ്പോർട്ട്, HDMI സപ്പോർട്ട് എല്ലാം അതിലുണ്ട്. എല്ലാം ഉണ്ടാവില്ലേ? എല്ലാം. അപ്പൊ ഇവരെ നമ്പർ ഞാൻ താഴത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, അതിക്ക് മാത്രം കോൺടാക്ട് ചെയ്താൽ മതിട്ടോ. അതുപോലെ പിന്നെ നമുക്ക് പ്രൊഫഷണൽ ക്യാമറ ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ ക്യാമറ 5D Mark III ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 28,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 6 മാസം വാറണ്ടിയിൽ 28,000 രൂപ നമുക്ക്. അതെ, കണ്ടീഷൻ ഈ ഒരു കണ്ടീഷനൊക്കെ ആയിരിക്കും. ബോഡി കാണുമ്പോൾ മെറ്റൽ ബോഡിയാണ്, പിന്നെ ചെറിയ പെയിന്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്കിംഗ് കണ്ടീഷൻ പക്കയായിരിക്കും. അതുകൊണ്ട് നമ്മൾ 6 മാസം സർവീസ് വാറണ്ടി കൊടുക്കണം. ഇതൊക്കെ ഏകദേശം എത്ര ഷട്ടർ കൊണ്ടുണ്ടാവും? ഇതൊക്കെ 2-2.5 ലക്ഷം ഒക്കെ അടിച്ചിട്ടുണ്ടാവും. ബിഗിനർ യൂസ്ഡ് ഒന്നും വരാനില്ല. അതേപോലെ തന്നെ നമുക്ക് വീഡിയോഗ്രാഫേഴ്സിനൊക്കെ ആണെങ്കിൽ മോഡലല്ലേ? പ്രൊഫഷണൽ ക്രോപ്പ് സെൻസർ ആണ്. Canon 70 പറയുമ്പോൾ ക്രോപ്പ് സെൻസർ ആണ്, ഫുൾ ഫ്രെയിം അല്ല. ഇത് നമുക്കൊരു ഷട്ടർ കൗണ്ട് ഒക്കെ 2000 ഫോട്ടോസ് താഴെ വന്ന പീസാണ്. ബ്രാൻഡ് ന്യൂ പീസ് എന്ന് തന്നെ പറയാം. ഇതൊക്കെ സൈഡ് പേപ്പറും ഇട്ട് കൊടുക്കാം. ഒരു 35,000 രൂപയ്ക്ക് കൊടുക്കാം. 35,000 രൂപ കൊടുക്കാൻ പറ്റുന്ന മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ. വീഡിയോന് ഹൈലൈറ്റ് ആയിരിക്കും. വീഡിയോന് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ചീപ്പ് റേറ്റിൽ പിന്നെ നമുക്ക് 60D വരുന്നുണ്ട്. അതുപോലെ തന്നെ 6D എന്ന മോഡലൊക്കെ വരുന്നുണ്ട്. Canon 60 ഒക്കെ ആകുമ്പോൾ 18,000 രൂപയ്ക്ക് 60 കിട്ടുന്നുണ്ടോ? 18,000 രൂപക്കല്ലേ? ബോഡി മാത്രമേ. അതെ, വൈഫൈ സപ്പോർട്ടുള്ള ബോഡിയാണ്, പ്രൊഫഷണൽ ബോഡിയാണ്. ഷട്ടറൊക്കെ അത്യാവശ്യം ആയി ഉണ്ടായിരിക്കും, കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. വൈഫൈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല, വൈഫൈ ഉണ്ടായിരിക്കും. പിന്നെ ഇത് നമുക്ക് 18 MP വരുന്ന 60D ഉണ്ട്. 60D ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു കിറ്റ് ലെൻസിൽ 22,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. 22,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടാവും ഈ സാധനമൊക്കെ. 5D Mark IV വേണ്ട ഒരു 5D Mark IV ഉണ്ടായിരിക്കും. ഒരുപാട് മോഡൽസ് ഇരിക്കും നിലവില്ല. 5D Mark IV ഒക്കെ നമുക്ക് ഒരു 39,000 മുതൽ 5D Mark IV 39,000 രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5D Mark IV ഉണ്ടാവും 39,000 മുതൽ. 60 Mark II ആണെങ്കിൽ 60 Mark II ഉണ്ടാവും. ഈ ഒരു ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ എവിടുന്ന് വാങ്ങാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ആൾ ഓവർ ഇന്ത്യയിൽ എവിടേക്ക് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കും. ഷിപ്പിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് പുറത്തേക്ക് പോകണം പറഞ്ഞാൽ എക്സ്ചേഞ്ച് എടുക്കൂല ഇവിടെ? എക്സ്ചേഞ്ച് ഉണ്ട്. സെല്ലിംഗ് ചെയ്യുന്നവർക്ക് സെല്ലിംഗ് ചെയ്യാം. എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. റെന്റിന് വേണി അടുത്ത പ്രദേശത്തേക്കാണ് റെന്റിന് വേണ്ടിയിൽ എടുക്കാൻ പറ്റും. പാലക്കാട് ജില്ലയിൽ എവിടേക്ക് നമുക്ക് 30 കിലോമീറ്റർ പരിധിയിൽ റെന്റ് കൊടുക്കാൻ പറ്റും. അത് പിന്നെ ഡ്രോൺ വേണ്ടവർക്ക് ഡ്രോൺ ഉണ്ട് നമ്മളിൽ. ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ? എല്ലാ മോഡൽസ് ഇരിക്കുന്നുണ്ട്. ഡിജൈൻ്റെ യൂസ്ഡ് ബ്രാൻഡ്സ് എല്ലാം ഇരിക്കുന്നുണ്ട്. ഡിജൈൻ മിനി സീരീസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. 249 ഗ്രാമിൽ വരുന്ന ഡ്രോൺസ് കൂടുതൽ ചെയ്യുന്നത്. തുടക്കക്കാർക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ച് ആയിട്ടുള്ള ഡ്രോൺ ഇപ്പൊ ഏതാ വന്നിട്ടുള്ളത്? ഇതാണ് നമുക്ക് തുടക്കക്കാർക്കൊക്കെ എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഡിജൈന്റെ ഡ്രോൺ പറഞ്ഞാല്. തുടക്കക്കാർക്ക് നമുക്ക് 1080 60 FPS വരെ നമുക്ക് വീഡിയോ റെസൊല്യൂഷൻ തരുന്ന ഡ്രോൺ ആണ്. ഡിജൈന്റെ മാവിക് മിനി എന്ന മോഡലാണ്. മിനി ആണല്ലേ? മാവിക് മിനി നമുക്ക് അത്യാവശ്യം നല്ല നീറ്റ് പീസ് ആണ്. അധികം യൂസേജ് ഒന്നും വന്നിട്ടില്ല. അത് കമ്പനി ബോസ് അടക്കമല്ലേ കിട്ടുന്ന മൂന്ന്. അത് ഫുൾ സെറ്റോടെ നമുക്ക് 3 ബാറ്ററി ഡ്രോൺ പറത്തുന്ന നമുക്ക് വിഷ്വലൊക്കെ ഈ ഒരു റിമോട്ട് വെച്ച് കാണാനൊക്കെ പറ്റൂലേ? ഈ റിമോട്ടിൽ നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യണം. ഡിജൈൻ ആപ്ലിക്കേഷൻ വെച്ച് മൊബൈൽ കണക്ട് ചെയ്താൽ നമുക്ക് വിഷ്വൽ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 5G നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട. ആപ്ലിക്കേഷൻ നമുക്ക് 5G ചെയ്യാൻ പറ്റും. 249 ഗ്രാം വെയിറ്റ് വരുള്ളൂ. അതുകൊണ്ട് ലൈസൻസ് ആവശ്യമില്ല. ലൈസൻസ് കാര്യങ്ങളൊന്നും ഡ്രോണിന്റെ ആവശ്യമില്ല. ഇല്ല. ഒരു ബാറ്ററിയിൽ 18. ഇത് നമുക്ക് സിംഗിൾ ബാറ്ററി ഉണ്ടെങ്കിൽ 26,000 രൂപയ്ക്കും, ഫ്ലൈമോർക്കുമ്പോ 3 ബാറ്ററിയിൽ ഫുൾ കിറ്റോടെ 38,000 രൂപയ്ക്കും. 38,000 സിംഗിൾ ബാറ്ററി ആണെങ്കിൽ 26,000 രൂപയ്ക്ക്. 26,000 രൂപ ഫുള്ളി ബോക്സ് ഉൾപ്പെടെ നമുക്ക് കൊടുക്കാം. പിന്നെ അത്തരത്തിൽ ഡ്രോണുകൾ ഇപ്പൊ ഒരുപാട് ഡ്രോണുകൾ വന്നിട്ടുണ്ടല്ലേ? അതെ. മിനി മിനി 2 SC, മിനി 3 Pro, 4 Pro ഇരിക്കുന്നുണ്ട്. പിന്നെ നിയോ വ്ളോഗേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നിയോ ഇരിക്കുന്നുണ്ട് നമ്മുടെ കയ്യില്. നിയോ എന്ന മോഡൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ സിംഗിൾ ബാറ്ററി ആണ്. അഡീഷണൽ ബാറ്ററി ആണെങ്കിൽ ഇവിടുന്ന് വേറെ വാങ്ങേണ്ടി വരില്ല. അഡീഷണൽ ബാറ്ററി നമ്മുടെ ഇരിക്കുന്നുണ്ട്. ഫ്ലൈമോർ കോംബോ കിറ്റ് വേണമെങ്കിൽ ഫ്ലൈമോർ കോംബോ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ബോസ് പീസ് ആണല്ലോ, അധികം യൂസിംഗ് ഒന്നും ഇല്ലാത്ത മോഡലാണ്. ഇല്ല. ഒരു മാസം പഴക്കമുള്ളത്, 3 മാസം പഴക്കമുള്ള പീസുകളൊക്കെ ആയിരിക്കും. 3 മാസം ഉപയോഗിക്കുന്ന പീസുകളൊക്കെ. അതെ. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് വന്നിട്ടുള്ള എന്തൊക്കെ ക്യാമറകളാണോ? ഇവിടെ നമുക്ക് ഇത് റെന്റിന് കൊടുക്കാനുള്ള ഇച്ചിരി ക്യാമറകളാണ്. റെന്റ് ക്യാമറകൾ ഇരിക്കുന്നുണ്ട്. അതേപോലെ നിക്കോണിന്റെ ക്യാമറാസ് ആണ്. നിക്കോണിന്റെ ക്യാമറാസ് ഒക്കെ ചീപ്പ് റേറ്റിലാണ് കൊടുക്കുന്നത്. അതെ. നിക്കോണിന്റെ മോഡൽസ് ഒക്കെ നമുക്ക് ഇപ്പോ ഒരു 15,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. നിക്കോൺ 3200 എന്ന മോഡല്, 3300 അതൊക്കെ നമുക്കൊരു 18,000 രൂപയ്ക്ക് കൊടുക്കാം. അത്രയും നല്ല ക്ലീൻ പീസുകൾ 18,000 രൂപക്ക്. നീറ്റ് പീസ് വിത്ത് ലെൻസ് ഉൾപ്പെടെ നമുക്ക് കൊടുക്കാം. ലെൻസ് ഉൾപ്പെടെ 18,000 രൂപ. 24 മെഗാപിക്സലാണ്. അതുപോലെ നിക്കോണിന്റെ 3200 ഒക്കെ 15,000 രൂപയ്ക്ക് കൊടുക്കാം. 15,000 രൂപക്ക് 3200 വിത്ത് ലെൻസ്.
ലെൻസ് അടക്കല്ലേ? അതെ അതെ. പിന്നെ അതൊരു 3400 ആണെങ്കിൽ 3400. നിക്കോണിന്റെ അത്യാവശ്യം 3 സീരീസ് എല്ലാം ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വൈഫൈ സപ്പോർട്ട് ചെയ്യും. ഇതിൽ ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് ഉണ്ട്. ഇതൊക്കെ ഒരു 25,000 രൂപയ്ക്ക് കൊടുക്കാം. 25,000 രൂപക്ക് 3400. ഷട്ടർ കോഡൊക്കെ 1000 ഫോട്ടോസ് പോലും ആയിട്ടില്ല. അത്രയും. അതല്ല അതിന്റെ 5 സീരീസ് വേണമെങ്കിൽ 5 സീരീസ് നമ്മുടെ ഇരിക്കുന്നുണ്ട്. 5.3, 5.2 അങ്ങനെ എല്ലാം വന്നിട്ടുണ്ടല്ലേ? ഏകദേശം എല്ലാം തന്നെ അതെല്ലാം മുകളിൽ ഇരിക്കുന്നുണ്ട്. അതിൽ പിന്നെ ഈ മുകൾ ഭാഗത്ത് മിറർലെസ് ക്യാമറകൾ ഉണ്ട് ഒരുപാടില്ലേ? അതിനെ കുറിച്ച് സോണിന്റെ ക്യാമറാസ് ആണ്. സോണിന്റെ 7R3, 7M3 എന്ന മോഡൽസ് ഒക്കെയാണ്. 7R3 ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം യൂസ്ഡ് കണ്ടീഷൻ ആണ്. 79,000 രൂപയ്ക്ക് കൊടുക്കാം. 79,000 രൂപയ്ക്ക് ഹൈ റെസൊല്യൂഷൻ ക്യാമറ 32 മെഗാ പിക്സലാണ് വരുന്നത്. വീഡിയോഗ്രാഫിക്കൊക്കെ അടിപൊളിയായിരിക്കും. അതെ. പിന്നെ ഇതിലിപ്പോ സോണിന്റെ അധികം വന്നിട്ടുള്ളത് സോണിയിൽ പിന്നെ മിറർലെസ് ക്യാമറകളാണ്. മിറർലെസ് 6000 6000 എന്ന മോഡലാണ്. ബേസ് ബിഗിനർ ടൈപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ. ഷട്ടർ കൗണ്ട് കുറവാണ്. 33,000 രൂപയ്ക്ക് കൊടുക്കാം. 33,000 രൂപ കണ്ട ഈ ഒരു ക്യാമറ വന്നിട്ടുള്ളത് 33,000 രൂപയ്ക്ക് വാറണ്ടിയിലാണ്. അതെ അതെ. പിന്നെ വീഡിയോസ് ഒക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ വീഡിയോഗ്രാഫേഴ്സിന്, അതായത് യൂട്യൂബ് വ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഫ്ലിപ്പ് ഡിസ്പ്ലേ വരുന്ന സാധനം ഇരിക്കുന്നുണ്ട്. അടിപൊളി ക്വാളിറ്റിയാണ്. സോണിന്റെ ZV-1 മോഡൽ 3 മാസം പഴക്കമുള്ളൂ. വാറണ്ടി 33,000 രൂപയ്ക്ക് കൊടുക്കാം. 33,000 രൂപയ്ക്ക് ഈ സാധനം കൊടുക്കാം. അതിൽ ലിമിക്സ് എന്ന ബ്രാൻഡ് ഇരിക്കുന്നുണ്ട്. സോണിന്റെ എ മൗണ്ട് ഇരിക്കുന്നുണ്ട്. സോണി A77 ക്യാമറ. ഇത് സോണിന്റെ A77 ആണ്. ഈ മൗണ്ട് വരുന്നതിന് മുമ്പ് ഇറങ്ങിയ എ മൗണ്ട് ആണ്. ഇത് അത്യാവശ്യം പ്രൊഫഷണൽ ലുക്കാണ്. നല്ല ഹെവി വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ലെൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 ലെൻസ് ഉൾപ്പെടെ സൂമിങ് ലെൻസ് അത്യാവശ്യം സൂമിങ് ലെൻസ്. നീറ്റ് പീസാണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. സ്ക്രാച്ച് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ടിൽറ്റ് ചെയ്യാൻ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. അപ്പ് ഡൗൺ ചെയ്യാൻ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. വൈഫൈ, ബ്ലൂടൂത്ത്, NFC ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്ത സമയത്ത് തന്നെ വേഗം നമുക്ക് ഫോണിലേക്കൊക്കെ ആക്കാൻ പറ്റും. ഇത് നമുക്കൊരു ഇങ്ങനെ ഈ ഒരു കോമ്പോയിൽ 42,000 രൂപയ്ക്ക് കൊടുക്കാം. 42,000 രൂപക്കല്ലേ? 6 മാസം വാറണ്ടി കൊടുക്കാം. 6 മാസം വാറണ്ടി. പിന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മളെ ക്യാമറന്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ബോക്സ് പീസ് ക്യാമറാസ് ആണ്. ബോക്സ് പീസ് ക്യാമറാസ് ഇരിക്കുന്നുണ്ട്. ഇത് വാറണ്ടി പീസ് ആണല്ലോ? അങ്ങനെ കിട്ടില്ല ഇവിടെ? വാറണ്ടി പീസ് വേണമെങ്കിൽ വിത്ത് വാറണ്ടി പീസ് വേണമെങ്കിൽ അത് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ലെൻസ് കാര്യങ്ങളൊക്കെ ഉള്ള അധികം ഐറ്റംസ്, മൈക്രോ ലെൻസ്, അങ്ങനെ പലതരം ലെൻസുകളാണല്ലോ ഇവിടെ വെച്ചിട്ടുള്ള. ലെൻസ്, അതുപോലെ സൂം ലെൻസ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. നിക്കോണിന്റെ സെക്ഷൻ മുകളിലാണ്. ഇത് കനോണിന്റെ ഫുൾ ഫ്രെയിമിന്റെയും ക്രോപ്പിന്റെയും, ഇവിടെ കനോണിന്റെ 50mm സീരീസ് എല്ലാം ഇരിക്കുന്നുണ്ട്. ക്യാമറയ്ക്ക് പിന്നെ ലെൻസുകൾ ഇപ്പൊ എവിടെ വന്നിട്ടുള്ളത്? ക്രോപ്പ് സെൻസറിൽ നമുക്ക് സൂമിംഗ് ഗോൾഡ് വരുന്ന ലെൻസ് പറയുമ്പോൾ 55-250mm STM ലെൻസ് നമുക്ക് വന്നിട്ടുണ്ട്. സ്മൂത്ത് ലെൻസ് ആണ്. എഫ് ടോപ്പ് നമുക്ക് 3.6 to 5.6 വരെ നമുക്ക് കിട്ടും. അതുപോലെ സ്മൂത്ത് ലെൻസ് ആണ്. ഒരു അത്യാവശ്യം നല്ല സൂമിംഗ് ക്വാളിറ്റി ഒക്കെ ഉള്ളത് അത്യാവശ്യം നമുക്ക് കിട്ടും. 50mm to 250mm ആണ് മാക്സിമം ഇതിന്റെ ലെങ്ത് കിട്ടുക. ഇതിന് നമുക്ക് 9,500 കൊടുക്കാം. ഇതിന്റെ നോൺ എസ്റ്റിം ലെൻസ് വേണമെങ്കിൽ നോൺ എസ്റ്റിം ലെൻസ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ? നോൺ എസ്റ്റിം ലെൻസ് നമുക്ക് ഒരു 6,500 to 7,500 വരെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അതെ. പിന്നെ നമുക്ക് ഇതിന്റെ സൂമിംഗ് നെക്സ്റ്റ് വരെ നമുക്ക് തേർഡ് പാർട്ടി കമ്പനിയാണ്. തേർഡ് പാർട്ടി കമ്പനി നമുക്ക് ടാമറോൺ എന്ന ബ്രാൻഡ് വരുന്നുണ്ട്. ടാമറോൺ എന്ന ബ്രാൻഡിന്റെ നമുക്ക് ലോ പ്രൈസ് വരുന്നുള്ളൂ. ഒരു 7,000 രൂപയ്ക്ക് നമുക്ക് ടാമറോൺ എന്ന ബ്രാൻഡ്. അതിൽ മാക്രോ കൂടി ചെയ്യാൻ പറ്റും. നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യാം, അതുപോലെ നോർമൽ ഫോട്ടോഗ്രാഫി 2 ചെയ്യാൻ പറ്റും. ഇത് 75-300mm ലെൻസ് ആണ്. ഇതൊക്കെ ഒരു 6,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 6,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അതെ. അപ്പൊ ഈ ഒരു ക്യാമറന്റെ പ്രത്യേകത എന്താ വന്നിട്ടുള്ളത്? ഇത് നമുക്ക് സോണി എന്ന ബ്രാൻഡിൽ നമുക്ക് ഹാൻഡി ക്യാമറ വിഭാഗത്തിൽ വരുന്ന മോഡലാണ്. വിത്ത് പ്രൊജക്ടർ അടക്കം ഇൻക്ലൂഡിംഗ് ആണ് ഇതിൽ. പ്രൊജക്ടർ അടക്കം ക്യാമറയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. നമുക്കിപ്പോ അത്യാവശ്യം നമുക്ക് ലോ ബഡ്ജറ്റിൽ നമുക്ക് പ്രൊജക്ഷൻ ഒക്കെ ചെയ്തിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പരിപാടികളിൽ ഇൻഡോറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ബഡ്ജറ്റ് നോക്കുമ്പോൾ നമുക്ക് 9,000 രൂപ റേറ്റ് വരുന്നുള്ളൂ. 9,000 രൂപ വരുന്നുള്ളൂ. വീഡിയോ എടുത്ത ഇതിൽ നമുക്ക് തന്നെ ഒരു വീഡിയോയിലും ഫോട്ടോയിലും നമുക്ക് ഇതിൽ തന്നെ പ്രൊജക്ട് ചെയ്ത് കാണാൻ പറ്റും. ഫുൾ HD നമുക്ക് റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ ബാറ്ററി ലൈഫ് പറയുമ്പോൾ നമുക്കൊരു 3/4 മണിക്കൂറോളം ബാറ്ററി ലൈഫ് കിട്ടും. 1080 മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. 9,000 രൂപ കൊടുക്കാം. പുതിയതിന് 36,000 രൂപ വില. 9,000 രൂപ കണ്ടത് ഇവിടെ സെയിൽ ചെയ്യുന്ന. അതെ, ഫുൾ സെറ്റ് അടക്കം നമുക്ക് കൊടുക്കാം. ഫുൾ സെറ്റ് അടക്കം കൊടുക്കട്ടോ. അത്തരത്തിലുള്ള ഒരുപാട് ക്യാമറന്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഷോപ്പ് വന്നിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടിതാ ഇവിടെ താഴെതാ കൃത്യമായി ഒരു നമ്പറും എല്ലാം തന്നെ കൊടുക്കുന്നതായിരിക്കട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു കിടിലൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബൈ.